ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമുള്ളത് എന്നാൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ളതായിട്ടുള്ള ഒരു പുഡിങ്ങാണ്. ഇതിന് മൂന്ന് സാധനങ്ങൾ മതി. 4 എണ്ണം വേണം, പക്ഷേ ഒരെണ്ണം ഓപ്ഷനിലാണ്. അപ്പോൾ 3 കാര്യങ്ങൾ മതി: പാല്, മുട്ട, പഞ്ചസാര. പിന്നെ വാനില എസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാനില എസൻസ് ചേർക്കാം. ഇപ്പം നമുക്ക് അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാമേ. ഇപ്പം ഞാൻ 1/2 കപ്പ് തരിയായിട്ടുള്ള പഞ്ചസാരയാണ് ഒരു ചൂടായ പാനിലോട്ട് ഇട്ടിരിക്കുന്നത്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ഉരുക്കി എടുക്കണേ. ഇത് ഉരുക്കി കുറച്ച് കഴിയുമ്പോഴത്തേക്കൊന്ന് കട്ടിയാവും, പക്ഷേ പിന്നെയും അത് ഉരുകി തന്നെ വരും. നിങ്ങൾ ചെറിയ ഫ്ലെയിമിലോ മാക്സിമം പോയാൽ ലോ മീഡിയം ഫ്ലെയിമിലോ വെക്കാവുള്ളൂ കേട്ടോ. ഈ പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ വേഗം അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ നിൽക്കണേ. ഇത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകല്ല. ചെറിയ പത വന്ന് തുടങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് ഫ്ലെയിം ഓഫ് ആക്കണം. നമുക്ക് പുഡിങ് ഉണ്ടാക്കാനുള്ള പാത്രമൊക്കെ നേരത്തെ എടുത്ത് റെഡിയാക്കി വെച്ചേക്കണേ. ഒന്നുകിൽ അലൂമിനിയം അല്ലെങ്കിൽ സ്റ്റീൽ, അല്ലെന്നുണ്ടെങ്കിൽ മൈക്രോവേവിലായാലും നമ്മുടെ ഇഡലിച്ചെമ്പിലായാലും ആവി കയറ്റാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു പൊട്ടുന്ന പാത്രം. അത് ഒരു കാരണവശാലും നിങ്ങൾ ഭാഗ്യം പരീക്ഷിക്കരുത്. ഇപ്പോൾ അതേ നമ്മുടെ പഞ്ചസാരയൊക്കെ കാരമലൈസ് ആയി വന്നിട്ടുണ്ട്. അത് നേരെ ആ പാത്രത്തിലോട്ട് അങ്ങ് ഒഴിക്കണം. കാരണം പെട്ടെന്ന് ഇതങ്ങ് തിരിച്ച് കട്ടിയാവും. അതുകൊണ്ട് ആ ചൂടോട് തന്നെ ഇതിലേക്ക് ഒഴിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് പൊട്ടുന്ന പാത്രമാണെങ്കിൽ ഉറപ്പായിരിക്കണം അത് ഓവനിൽ വെക്കാൻ പറ്റുന്നതായിരിക്കണം എന്ന്. ഏറ്റവും സേഫായിട്ടുള്ളത് അലൂമിനിയമോ സ്റ്റീലോ അതെന്തെങ്കിലും എടുക്കുന്നതായിരിക്കും കേട്ടോ. എന്നിട്ട് ഇതങ്ങ് മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് പുഡിങ്ങിൻ്റെ പരിപാടി തുടങ്ങാനായിട്ട്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ഈ വീഡിയോയും എൻ്റെ ഈ ചാനലുമൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പികളുണ്ട്. അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യണേ. നിങ്ങൾക്ക് അതൊക്കെ പ്രയോജനം ചെയ്യാതിരിക്കത്തില്ല കേട്ടോ. ഇപ്പം ഞാൻ ആ പുഡിങ് ഉണ്ടാക്കാനായിട്ട് ആദ്യം 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് ഫ്രിഡ്ജിലിരുന്നത് നേരെ എടുത്തതായാലും കുഴപ്പമില്ല. അതിലോട്ട് എടുത്തിരിക്കുന്നത് ഒരു 2 നുള്ള ഉപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര, ഒരു പകുതി പൊടിച്ചെടുത്തിട്ടുണ്ട്, ചെറിയ തരിയോടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസും ഈ മുട്ടയ്ക്കകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് ബീറ്ററോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിസ്ക്കറ്റിട്ടോ ഫോർക്ക് ഇട്ടിട്ടോ പതഞ്ഞു പോകാത്ത രീതിയിൽ ആ ഉണ്ണിയൊക്കെ ഒന്ന് പൊട്ടിച്ച് കൊടുത്തിട്ട് പെരിയെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. അതിൽ ബബിൾസ് ഒന്നും വരാതെ ശ്രദ്ധിക്കണേ. പിന്നെ ഇതിന് നമുക്ക് വേണ്ടത് 2 കപ്പ് പാലാണ്. ചെറിയ തണുപ്പുണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷേ പഞ്ചസാര പെട്ടെന്ന് അലിയാനായിട്ട് അധികം തണുപ്പില്ലാത്ത പാലാണ് നല്ലത്. ആദ്യം ആ 1 കപ്പ് പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തു. പിന്നെ ആ പൊടിച്ച പഞ്ചസാര മുഴുവൻ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെയും ആ ബിസ്ക്കറ്റിട്ട് പെതുക്കെ നന്നായിട്ടൊന്ന് അതൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള 1 കപ്പ് പാലും കൂടെ ഒന്നൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. ഇത്രയും മാത്രമേ ഉള്ളൂ ചെയ്യാനായിട്ട്. വളരെ ഈസിയാണ് കേട്ടോ. ശരിക്കും ഈ വാനില എസൻസിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പാലിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കലക്കിയിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചാൽ അത് നല്ല കോഫി ഫ്ലേവറാകും. എന്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ചേർക്കാവുന്നതേ ഉള്ളൂ. പൈനാപ്പിൾ എസൻസ് വേണമെങ്കിൽ അത് ചേർക്കാം. മാംഗോ എസൻസോ ബട്ടർ സ്കോച്ച് എസൻസോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇല്ല, ഇതൊന്നും കയ്യിലില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫ്ലേവർ വേണമെന്ന് നിർബന്ധമാണെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം, നല്ല ഫൈനായിട്ട് പൊടിച്ച കറുവാപ്പട്ടയുടെ പൊടിയോ അല്ലെങ്കിൽ നല്ലതായിട്ട് ഫൈനായിട്ട് പൊടിച്ച ഗ്രാമ്പൂവിൻ്റെ പൊടിയോ ഒരു 1/4 ടീസ്പൂൺ ചേർത്താലും മതി കേട്ടോ. നല്ല തരിയില്ലാതെ പൊടിച്ച ഏലക്കാപ്പൊടിയാണേലും കുഴപ്പമില്ല. ഇപ്പോൾ ദേ ഞാൻ ആ കൂട്ട് മുഴുവനും ഈ പാത്രത്തിലോട്ട് അരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ പഞ്ചസാര കാരമലൈസ് ചെയ്തത് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാലോ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് അങ്ങ് കല്ല് പോലെയാവും. അതിൻ്റെ അടിഭാഗത്ത് നന്നായിട്ട് അങ്ങ് ഉറയ്ക്കും. പിന്നെ അത് ഭയങ്കര ചൂടാണ് കാരമലൈസ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങൾ അത് കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഇതിങ്ങനെ അരിച്ചു കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് ആ മുട്ടയുടെ ഉണ്ണിയുടെയും വെള്ളയുടെയും ഒക്കെ ചില ഭാഗങ്ങൾ കാണും. അങ്ങനെയുള്ളതെല്ലാം അങ്ങ് മാറ്റിയിട്ട് വേണം നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്യാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഡലി പാത്രത്തിലോട്ട് വെക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ആവി കയറ്റാനായിട്ട് വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ആവി കയറ്റി എടുക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. നിങ്ങൾ ചെറിയ ഫ്ലെയിമിലേ ഇത് വെക്കാവുള്ളൂ കേട്ടോ. എന്നിട്ട് ഒരു 15 മിനിറ്റ് കൂടുതൽ ഇത് വെക്കരുത്, അല്ലാന്നുണ്ടെങ്കിൽ അതങ്ങ് പിരിഞ്ഞതുപോലെയാവും. നമ്മുടെ പുഡിങ് ആവി കയറ്റാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അതൊരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഞാനിത് ഒരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചു. അത് കഴിഞ്ഞിട്ടൊരു പാത്രം അതിന് മേലെ വെച്ചിട്ട് പെട്ടെന്ന് അതങ്ങ് തിരിക്കുകയാണ്. പെതുക്കെ തിരിച്ചുകൊണ്ടിരിക്കരുത്, അത് പൊട്ടിപ്പോവുമേ. ഇപ്പോൾ ദേ നമ്മുടെ നല്ല ഒന്നാന്തരം കാരമൽ കസ്റ്റർഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് 6 or 8 നമുക്കൊന്ന് കട്ട് ചെയ്യാമേ. ഇപ്പം 8 ഞാൻ മുറിച്ചിരിക്കുന്നത്. സാമാന്യം നല്ല ഒരു 8 പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഈ ഒരു അളവ് കൊണ്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 കപ്പ് പാലാണ്. അത് ഏതാണ്ട്
അതേതാണ്ട് ഒരു 500 ml വരും കേട്ടോ. 500 ml അല്ല, ഒരു 450 ml എന്ന് നമുക്ക് കണക്കാക്കാം. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പീസ് അതിനകത്തോട്ട് സെർവ് ചെയ്തിട്ട് കുറച്ച് കാരമലും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഒഴിക്കുകയാണ്. പിന്നെ ഞാൻ എക്സ്ട്രാ ഒരു സാധനം ഇടുന്നുണ്ട്. എൻ്റെ കയ്യിൽ ബട്ടർ സ്കോച്ച് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള പ്രലൈൻ ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ കുറച്ച് ഇതിൻ്റെ മുകളിൽ വിതറുന്നുണ്ട്. ഇത് അതിൻ്റെ ഒരാവശ്യവുമില്ല ഈ ഒരു പുഡിങ്ങിന്, ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് കിട്ടുന്നേ ഉള്ളേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കുറഞ്ഞ ഐറ്റംസ് ഉപയോഗിച്ചിട്ട് ഇത്ര നല്ല ഒരു പുഡിങ് വേറെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിക്കുന്നില്ല കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്